നമ്മുടെ നാട്ടിലാണ് പരീക്ഷയുടെ മാർക്കിൻ്റെ ബേസിൽ ഉപരിപഠനത്തിന് പോകുന്നത്. വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രങ്ങളിലൊക്കെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ബേസിലാണ് പലപ്പോഴും ഉപരിപഠന മേഖലയിലേക്ക് പോകുന്നത്. പരീക്ഷയുടെ മാർക്ക് പലപ്പോഴും അവർ പഠിച്ച ചോദ്യം തന്നെ ചോദിച്ചു, കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി എന്നതിൻ്റെ ഒരു അളവുകോൽ മാത്രമാണ് പരീക്ഷയുടെ മാർക്ക് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരു മാത്തമാറ്റിക്സിൽ നന്നായിട്ട് കഴിവുള്ളൊരു കുട്ടി പരീക്ഷാ സമയത്ത് ഏതെങ്കിലും കാരണവശാൽ അല്പം കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് കുറഞ്ഞേക്കാം. അതുകൊണ്ട് ആ കുട്ടിക്ക് മാത്തമാറ്റിക്സിൽ കഴിവില്ല എന്നർത്ഥമില്ല. അതുകൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇപ്പോൾ വിദേശ രാഷ്ട്രങ്ങളൊക്കെ ശരിക്കും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ബേസിലാണ് ഉപരിപഠനത്തിനുള്ള സാധ്യതകളൊക്കെ ഉള്ളത്. ആ രീതിയിൽ നമ്മുടെ നാട്ടിൽ നടപ്പിലായി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന ആൾക്കാർക്ക് വേണ്ടത് സയൻസാണ്, അത് കിട്ടിയില്ലെങ്കിൽ കൊമേഴ്സ്, അത് കിട്ടിയില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്ന രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കുട്ടികളാണ് പഠിക്കേണ്ടത്, കുട്ടികളാണ് ജോലി ചെയ്യേണ്ടത്, പാരൻസ് അല്ല. കുട്ടികളുടെ താല്പര്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് അവരെ ഹയർ സ്റ്റഡീസിൻ്റെ മേഖലയിലേക്ക് പറഞ്ഞേക്കുന്നതാണ് എപ്പോഴും അവരുടെ ഭാവിക്ക് നല്ലത്. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ അഭിരുചി ഏതിലാണ് എന്ന് മനസ്സിലാക്കുക എന്നതാണല്ലോ. അതെ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ എല്ലാ വിദ്യാർത്ഥികളിലും നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അപൂർവം ചില വിദ്യാർത്ഥികൾ മാത്രം അവരുടെ രക്ഷിതാക്കൾ കൂടെ ബോധവാന്മാരാണ് എന്നതിൻ്റെ പേരിൽ ഇതിലേക്ക് പോകുന്നു എന്നത് വെച്ചാൽ ഭൂരിഭാഗം പേരും ഇതിലേക്ക് എത്തിപ്പെടുന്നില്ല. നമുക്ക് മുഴുവൻ വിദ്യാർത്ഥികളും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്ന ഒരു സംവിധാനം, അതിനെ വിലയിരുത്തിക്കൊണ്ട് അവരുടെ അഭിരുചി ഇന്ന മേഖലകളിലാണ് എന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യമൊക്കെ സർക്കാർ സംവിധാനത്തിൽ എന്നത് അതിനെന്തെങ്കിലും ഒരു സാധ്യത നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും? തീർച്ചയായും സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് സെൽ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹയർ സെക്കൻഡറി തലത്തിലുണ്ട്, ജനറൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ തന്നെ. അവർ ഹയർ സെക്കൻഡറി തലത്തിൽ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഹയർ സെക്കൻഡറി തലത്തിലാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ കൂടി ഇത് ഉപയോഗിക്കണം. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ ഗൈഡുമാരുടെ സഹായത്തോടു കൂടെ നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ സ്കൂളുകളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ 1-2 വർഷം കൊണ്ട് സർക്കാർ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും 10ാം ക്ലാസ് കഴിയുന്ന മുഴുവൻ കുട്ടികൾക്കും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി അതിൻ്റെ ബേസിൽ ഉപരിപഠനത്തിനുള്ള ഗൈഡൻസ് നൽകാൻ കഴിയും.